ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 11 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഉലുവ ജെല്ല് ചെയ്തിട്ടുണ്ട്, ഉലുവത്താളി ചെയ്തിട്ടുണ്ട്, ഹിബിസ്കസ് ജെല്ല് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മൂന്നും എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഹെയർ പാക്ക് ആണ്. അത് മാത്രമല്ല നല്ല റിസൾട്ട് തരുന്ന ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഹെയർ പാക്കും കൂടി ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവ തന്നെയാണ് കേട്ടോ. ഉലുവ ആയതുകൊണ്ട് തന്നെ നമുക്ക് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ ഉലുവ ഒന്ന് കുതിർക്കാൻ ഇടണം കേട്ടോ. അപ്പോൾ ഉലുവ എങ്ങനെയാണ് കുതിർക്കാൻ ഇടേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉലുവ കുതിർക്കാൻ ഇടുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കുതിർക്കാൻ ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നൈസായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഉലുവ എടുക്കുക, എന്നിട്ട് നമുക്കത് കുതിർക്കാൻ ഇടാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് അളവിലൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നൈറ്റ് അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഉലുവയൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ വെള്ളം തന്നെ അത്യാവശ്യം നല്ലൊരു കുഴമ്പിൽ പരുവത്തിലായിട്ടുണ്ട്. ഉലുവയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉലുവ അരയ്ക്കാതെ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പൊടിച്ചിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ടിൽ ഉലുവയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, 4 സ്പൂണൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 സ്പൂൺ അളവിലിടുക, അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ അളവിലിടുക. അത്രയും ഉലുവ നിങ്ങൾ ഇട്ടാൽ മതി. കാരണം നമ്മൾ ഇത് പൊടിച്ചിട്ടാണല്ലോ ഇടുന്നത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുതിർന്ന് പൊന്തി വരും. അപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് മതി കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഉലുവ ജെല്ല് ചെയ്ത സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ തന്നെ നമുക്ക് ഉലുവ ജെല്ല് റെഡിയായി. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഉലുവ ജെല്ല്. നല്ലതാണ് കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിന്ന് ഉലുവത്താളി, ഹിബിസ്കസ് ജെല്ല് എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം വേണ്ടത് ഇതുപോലെ ഉലുവ കുതിർത്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെമ്പരത്തിപ്പൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഞാൻ എന്നും കാണിച്ചിരുന്ന ചെമ്പരത്തിപ്പൂവില്ലേ, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ചെമ്പരത്തിപ്പൂവാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് വേലി ചെമ്പരത്തിയാണ്, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എടുത്തെടുത്ത് പിന്നെയും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 10-15 ചെമ്പരത്തിപ്പൂവോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മുടിക്കൊക്കെ നല്ല രീതിയിൽ ഷൈനിങ് തരുന്നതാണ്. അപ്പൊ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നല്ലതാണ് കേട്ടോ. ഒരു 10-15 കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചങ്ങോട്ട് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാ കളയുന്ന മൊത്തമായിട്ട് ഇട്ടൂടെ എന്നുള്ളത്. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് ശീലിച്ചു പോയി, അതുകൊണ്ടാണ് കേട്ടോ. അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ പാറിക്കിടക്കൂലേ, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. നിങ്ങൾക്കത് പ്രശ്നം അല്ലെങ്കിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ഇതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഉലുവയുടെ കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് അരിക്കേണ്ട ആവശ്യമില്ല, അരിക്കണം കേട്ടോ, അത് പറയാൻ പറ്റുമോ, അരക്കേണ്ട ആവശ്യമില്ല. അതാണ് കേട്ടോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ. നമ്മുടെ ചലഞ്ച് രാവിലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം പാക്ക് തയ്യാറാക്കി വെക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ചേർക്കുന്ന പാക്ക്, മുട്ട മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് ചേർത്താൽ മതി. മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നാണെങ്കിൽ ഉലുവ ജെല്ല് മാത്രമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉലുവ ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ, പൊടിച്ചിട്ടിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി. ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. പൗഡർ ആണെങ്കിൽ ഒരു 2 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊഴിച്ചിട്ട് കൊടുക്കട്ടെ.
പിന്നെ നമ്മുടെ ചലഞ്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് പേർക്കൊക്കെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു, താരന്റെ പ്രശ്നമൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഇനിയും മുടി കൊഴിച്ചിലൊക്കെ കുറയാതെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറ്റുന്നത് പോലെ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാനിത് എപ്പോഴും കമന്റിൽ പറയുന്ന കാര്യമാണ്. ഫുഡിനെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. ചലഞ്ച് ആകുമ്പോൾ നമുക്ക് ഒന്നരാടും വീഡിയോ വരണമല്ലോ, അപ്പോൾ ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. എൻ്റെ ചെമ്പരത്തിപ്പൂല് നിറച്ചൊന്ന് ഉറുമ്പാണ് കേട്ടോ, ചെറിയ ഉറുമ്പുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഉറുമ്പിനെയും കൂട്ടിയിട്ടാണോ ഹെയർ പാക്ക് ചെയ്യാന്നുള്ളത് അറിയില്ല കേട്ടോ. ഞാൻ പരമാവധി ഉറുമ്പിനെയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്, നാലും നിറച്ചുണ്ട് കേട്ടോ. ഇത് വേണ്ട, ഇത് മതി. അപ്പോൾ ഇതാ ഞാൻ ചെമ്പരത്തിപ്പൂ കംപ്ലീറ്റ് ആയിട്ട് കൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഞെക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമ്മുടെ ഉലുവയും ചെമ്പരത്തിപ്പൂവും നന്നായിട്ട് ചേരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുത്താൽ, നിങ്ങൾ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഉലുവ പൊടിച്ചത് കാരണം ഉലുവ നമുക്ക് വേസ്റ്റ് ആവുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉലുവത്താളി ചെയ്ത സമയത്ത് ഉലുവ നമ്മൾ ഡയറക്റ്റ് ഇടുമ്പോൾ നമുക്കിങ്ങനെ എത്ര കൈ കൊണ്ട് ഇതാക്കിയാലും ഉലുവേൻ്റെ ആ ഇത് വരുന്നതിനൊരു സമയം, ഒരു പരിധിയുണ്ട്, അതിൻ്റെ സത്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉലുവത്താളി ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്താൽ മതി. ഉലുവത്താളിക്ക് നമ്മൾ സെയിം ചെമ്പരത്തിപ്പൂ ഉലുവയും തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉലുവയും ചെമ്പരത്തിപ്പൂവും രണ്ടും കൂടി ചേരുന്ന ഒരു സമയം വരെ നന്നായിട്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുക്കുക. നല്ലൊരു കുഴമ്പല് പരുവത്തിലാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉലുവ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉലുവയിൽ തീരെ വെള്ളമില്ലാതെ ഇരിക്കാൻ തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ലൂസ് ആവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഇന്നത്തെ പാക്ക് ഒരു ജെല്ല് ഫോമിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ജെല്ല് ഫോമിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കിയിട്ട് കുറച്ച് താളി ഫോമിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉലുവത്താളിന്നോ ഉലുവ ജെല്ലെന്നോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇന്നത്തെ പാക്കിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡ്രൈനസ് ഇല്ല കേട്ടോ. അപ്പോൾ നാച്ചുറൽ കണ്ടീഷണറാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഓയിലല്ല, കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. കാരണം ഉലുവ എല്ലാവർക്കും അറിയാം അത്യാവശ്യം മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിൽ സ്കാൽപ്പിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മാത്രമേ പാക്ക് തേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പാക്ക് നല്ല ഒരു ജെല്ല് ഫോമിലായതുകൊണ്ട് തന്നെ പാക്ക് തേക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം ഒരുപാട് ലൂസാക്കാതെ തയ്യാറാക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ പാക്ക് തേക്കുന്ന പോലെ തന്നെ സെക്ഷനായിട്ട് ഇങ്ങനെ മുടി എടുത്തിട്ട് സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മുടിയിലേക്ക് തേച്ചാൽ മതി കേട്ടോ. സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് എടുത്ത് പറയുന്നതും ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്ത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തേച്ചാൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുടീന് മേലെ കൂടെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തേക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക. ഉലുവ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കണം. ഒരുപാട് സമയമൊക്കെ വെക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പാക്ക് നിങ്ങൾ സ്കാൽപ്പിൽ തേക്കുന്നത് നല്ലതാണ്. സ്കാൽപ്പിലല്ല മുടിയിലും തേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഉലുവയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുക. തണുപ്പ് പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ നമ്മുടെ
മുടി കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ പാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കൂടുതലും ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം വെള്ളം ഉപയോഗിച്ചിട്ട് പാക്ക് നന്നായിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. പാക്ക് കുതിർക്കാതെ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ പാക്ക് കുതിർക്കുക, എന്നിട്ട് മാത്രം മസാജ് ചെയ്തിട്ട് നിങ്ങൾ കളയുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഉലുവയുണ്ട്, ചെമ്പരത്തിപ്പൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനും സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉലുവ ചേർത്ത കാരണം അത്യാവശ്യം പശപശപ്പ് ഉണ്ടാവും. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ കഴുകുമ്പോൾ നിങ്ങളുടെ ചെവിയുടെ സൈഡും കഴുത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം അവിടെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ മുടിയിൽ പാക്ക് ഇരിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്, താരൻ്റെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പൊ നമ്മുടെ ചലഞ്ചിലെ 11ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ 11 കഴിഞ്ഞ് 12ാമത്തെ ദിവസം പിന്നെ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മുടി കഴുകുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പിന്നെ നമ്മുടെ ഉലുവ പാക്ക് നിങ്ങൾക്കിപ്പോൾ ചലഞ്ച് ചെയ്യാത്തവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ വെച്ച് ചെയ്യുന്നത് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുടി വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഹെയർ പാക്കാണ്. എല്ലാവരും ചോദിക്കുന്ന മുടി ഉള്ളോടെ വളരാൻ ഏത് പാക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, കറക്റ്റ് ഒരു ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ റുട്ടീനിൽ ഇതുപോലത്തെ പാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റോടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.